മലപ്പുറം നിലമ്പൂർ കാളിക്കാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം തുടരുന്നു. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് പരിശോധന നടക്കുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് വനം വകുപ്പ് CCF ഉമാറ്റി പറഞ്ഞു. കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളും ആഴത്തിലുള്ള മുറിവുകളുമുണ്ട്. കടുവ കടിച്ചു കൊന്നതാണ് എന്ന് സ്ഥിരീകരിക്കുന്നതാണ് ഈ വിവരം. കടുവയെ കണ്ടെത്താനുള്ള ദൗത്യം ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പ്രദേശത്ത് ഏകദേശം 50ഓളം ക്യാമറകൾ സ്ഥാപിച്ചു. വനം വകുപ്പ് ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്നലെ തന്നെ എത്തി. വയനാട്ടിൽ നിന്നുള്ള കുങ്കിയാന കുഞ്ചുവിനെയും സംഭവസ്ഥലത്ത് എത്തിച്ചു. മറ്റൊരു കുങ്കിയാന കൂടിയായ കോന്നി സുരേന്ദ്രനും സംഘത്തിനൊപ്പം ഉണ്ടാകും. ക്യാമറയിൽ ഇതുവരെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ലെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്തിയെന്ന് വനം വകുപ്പ് CCF ഉമാറ്റി പറഞ്ഞു. വയനാട്ടിൽ നിന്ന് ഡ്രോൺ സ്ക്വാഡ് വരുന്നുണ്ട്, 2 ഡ്രോൺസ് വരുന്നുണ്ട്. ഒരു കുംകി ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, ഇന്നൊരു കുംകി ഓൺ ദ വേ ഫ്രം വയനാട്. പിന്നെ 50ഓളം ക്യാമറ ട്രാപ്പുകൾ ഓൾറെഡി നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള ദൃശ്യങ്ങൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദൗത്യം നമുക്ക് അണിമലിനെ നാരോ ഡൗൺ ചെയ്യുന്നതാണ്. അത് എവിടെയാണ് അതിൻ്റെ ഹൈഡിങ് പ്ലേസ്, അതിന് നാരോ ഡൗൺ ചെയ്തിട്ട് അത് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാം. അതേസമയം കൊല്ലപ്പെട്ട ഗഫൂറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട്. പൃഷ്ഠഭാഗത്തു നിന്നും മാംസം കടിച്ചെടുത്തു. ശരീരമാസകലം പല്ലിന്റെയും നഖത്തിന്റെയും പാടുകളുണ്ട്. കടുവയെ പിടികൂടാത്തതിൽ നാട്ടുകാർക്ക് ആശങ്കയുമുണ്ട്. നാട്ടുകാർ വളരെയധികം ഭീതിയിലുമാണ്, അതുപോലെ തന്നെ വളരെ ആശങ്കയിലാണ്. ഇതിനെ പിടിച്ചിട്ട് അവർക്ക് ഉറങ്ങാൻ തന്നെ സാധിക്കുള്ളൂ. അതായത് ജനവാസ മേഖലകളിൽ അവരവരുടെ വീടുകളിലെ ഇതിനു മുമ്പ് 3 കൊല്ലമായിട്ട് ഈ കടുവ സ്ഥിരമായിട്ട് വന്ന് ആടുകളെ കൊണ്ടുപോവുക, അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ നായിനെ കൊണ്ടുപോവുക, അങ്ങനെയെല്ലാം ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇത് അധികാരികളെ ഞങ്ങൾ അറിയിച്ചതാണ്, പ്രതിഷേധിച്ചതാണ്, അതുപോലെ തന്നെ ഇതിന് നിവേദനം കൊടുത്തതാണ്. എന്നിട്ടൊന്നും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇതും ഉണ്ടായിട്ടില്ല. ഒരു കാൽപ്പാടുകളുടെ ഫോട്ടോ എടുത്ത് കൊടുത്തു, വലിയ കാൽപ്പാടുകളുടെ. അപ്പോൾ അവർ പറയും ഇത് ചെറിയ മറ്റേ പട്ടിക്കടുവയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് ഞങ്ങൾക്കിത് കാണാതെ വിശ്വസിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇതുവരെ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരാളെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ അധികാരികളെ കണ്ണു തുറന്നത്. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് തീരുമാനം. വ്യത്യസ്ത ഇടങ്ങളിലായി 5 കൂടുകളും സ്ഥാപിക്കും. ദൗത്യം ഇന്നലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ ദുർഘടമായ പാതകൾ തന്നെയാണ് ദൗത്യ സംഘത്തിനു മുന്നിലെ വലിയ വെല്ലുവിളി. കാളിക്കാവ് നിന്നും ശിവദാസ് കന്മനം, ജനം.